നമസ്കാരം. ഒരു കാലത്ത് കയ്യിലുള്ള കുറച്ചെങ്കിലും തുക ബാങ്കുകളിൽ കൊണ്ടുപോയിട്ട് സ്ഥിര നിക്ഷേപം നടത്തുന്ന വ്യക്തികളെല്ലാം ഇന്ന് മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റിലേക്ക് ചേക്കേറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. കഴിഞ്ഞ ദിവസം ന്യൂസ് അപ്ഡേറ്റുകളിലൊക്കെ എനിക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. മ്യൂച്വൽ ഫണ്ടിൽ ഭയങ്കരമായിട്ടുള്ള റിട്ടേൺസ് ആണ് പലപ്പോഴും നമുക്ക് കിട്ടുന്നത്. ഇത് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ ഒരു ഫണ്ട് 109% റിട്ടേൺ കൊടുത്തത് മ്യൂച്വൽ ഫണ്ടിൽ. വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. 1 കോടി ഇട്ടവന് 1 കോടി തന്നെ, 1000 ഇട്ടവന് 1000 മീൻസ് 1000 ഇട്ടവന് 1000 പ്രോഫിറ്റും അവന്റെ മുതൽ 2 കോടി 2000. അതായത് എത്രയാണ് ഇട്ട് അതിന് നേരെ ഡബിൾ ആയിട്ട് മാറുന്നു ഒറ്റ വർഷം കൊണ്ട്. അതിനേക്കാൾ മേളിൽ 109% കൂടി കൊടുക്കുന്നുണ്ട്. ഒരു 1000 ഇട്ടവന് 2090 രൂപ അവന്റെ കയ്യിൽ കിട്ടും. 2090 ഒറ്റ വർഷം കൊണ്ട്, 365 ദിവസം കൊണ്ട്, 12 മാസം കൊണ്ട്. നിങ്ങൾ ആലോചിച്ച് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. അത്രയും ഭയങ്കരമായിട്ടുള്ള റിട്ടേൺ കൊടുക്കുന്ന ഫണ്ടുകളാണ്. ഇതുപോലെ ഒരുപാട് ഫണ്ടുകളുണ്ട് കേട്ടോ. അതിലൊരു ഫണ്ടാണ് ഞാനിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇതിന്റെ വിശദാംശങ്ങൾ പോകുന്ന വീഡിയോ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആലിസ് ബ്ലോയിന്റെ ആണ്. ക്ലിക്ക് ചെയ്യുക, ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവരുടെ സെപ്പറേറ്റ് ആപ്പ് കിട്ടും. ആപ്പിനകത്തൂടെ നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ടുകൾ പർച്ചേസ് ചെയ്യാം. ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് കാര്യങ്ങളൊക്കെ ചെയ്യാം. ബ്രോക്കർ കാര്യങ്ങളൊന്നും ഇല്ലാതെ തന്നെ നേരിട്ട് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് നിങ്ങളുടെ കയ്യിൽ നിന്ന് ചാർജോ കാര്യങ്ങളോ ഒന്നും പോവില്ല. ആവശ്യമുള്ളവർ ചെയ്യുക. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങളുടെ ടെലഗ്രാം ചാനൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് നേരിട്ട് മെസ്സേജ് അയക്കാൻ പറ്റും. ഒരുപാട് ഇതുപോലുള്ള മ്യൂച്വൽ ഫണ്ടുകളുടെ അപ്ഡേറ്റ് ഒക്കെ ഞങ്ങളുടെ ടെലഗ്രാം ചാനൽ ഷെയർ ചെയ്യുന്നുണ്ട്. സോ ഈ ഒരു മ്യൂച്വൽ ഫണ്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കമന്റ് ബോക്സിൽ പിൻ ചെയ്തും വെച്ചിട്ടുണ്ട്. അതിന് ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കാണാനും പറ്റും. മ്യൂച്വൽ ഫണ്ടിന്റെ വിശദാംശങ്ങൾക്ക് എന്തെങ്കിലും പോകാം. മ്യൂച്വൽ ഫണ്ടിന്റെ പേര് എന്ന് പറയുന്നത് സ്ക്രീനിൽ കാണാൻ പറ്റും. HDFCയുടെ ഡിഫൻസ് ഫണ്ട് റെഗുലർ ഗ്രോത്ത് ആണ്. ഈ ഒരു ഫണ്ടിന്റെ പ്രത്യേകത ഞാൻ പറഞ്ഞു, ഭയങ്കരമായിട്ടുള്ള റിട്ടേൺസ് ആണ് ഇത് കൊടുത്തിട്ടുള്ളത്. 23 രൂപ 24 പൈസയാണ് ഇപ്പോഴത്തെ NAV. ഒരു യൂണിറ്റിന്റെ പ്രൈസ് ആണ്. ഈ ഒരു ഫണ്ടിനകത്ത് ചാർജ് എക്സിറ്റ് ലോഡ് വരുന്നുണ്ട്. അത് 1%. ഒരു വർഷത്തിനിടയിൽ നിങ്ങളിപ്പോൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തു, 1 കോടി ഇൻവെസ്റ്റ്മെന്റ് ചെയ്തു. അടുത്ത വർഷത്തിനിടയിൽ നിങ്ങൾ എക്സിറ്റ് ചെയ്യണം. ഒരു വർഷത്തിനുള്ളിൽ എക്സിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ 1% നിങ്ങളുടെ നിന്ന് പോയി 1 ലക്ഷം രൂപ കട്ടാവും. 1 കോടി ഇട്ടവന് 1 ലക്ഷം രൂപ കട്ടാവും. ഒരു വർഷം ലോക്ക്ഡ് ആണ്. അങ്ങനെ ലോക്ക് ആയിട്ട് വെക്കണം, അവിടെ തന്നെ വെക്കണം. മീൻസ് ഒരു വർഷം വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ റിട്ടേണും കിട്ടും. ഈ ഫണ്ടാണ് ഇത്രയും പെർസെന്റേജ് കൊടുത്തിട്ടുള്ളത്. അതിന് മുന്നോടിയായിട്ട് എത്ര ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ പറ്റും? SIP ആയിട്ട് നിങ്ങൾക്ക് എത്ര ചെയ്യാൻ പറ്റും? 100 രൂപ ചെയ്യാൻ പറ്റും. അഡീഷണൽ ആയിട്ട് 100 അതിന്റെ ഗുണിതങ്ങളായിട്ട് എത്ര വേണം നിങ്ങൾക്ക് SIP ആയിട്ട് ചെയ്യാൻ പറ്റും. ലംസമായിട്ട് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതും 100 രൂപ തന്നെയാണ്. അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ട് ലംസമായിട്ടോ SIP ആയിട്ടോ എങ്ങനെ വേണം നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇത് കൊടുത്തിട്ടുള്ള റിട്ടേൺസ് കാര്യങ്ങളിലേക്ക് നമുക്ക് വരാം. ഈ ഫണ്ട് സ്റ്റാർട്ട് ചെയ്ത് ഇപ്പോൾ കഴിഞ്ഞ വർഷമാണ്. അതുകൊണ്ട് ഒരുപാട് കാലങ്ങളൊന്നും ആയിട്ടില്ല. 2023 ജൂൺ 2-ാം തീയതിയാണ് ഫണ്ട് സ്റ്റാർട്ട് ചെയ്തത്. ഒരു വർഷം കംപ്ലീറ്റ് ആയി. ഈ ഒരു വർഷം കംപ്ലീറ്റ് ആയ ഈ ഒരു ഫണ്ട് ഒറ്റ വർഷം കൊണ്ട് കൊടുത്ത റിട്ടേൺ 109.59%. കറക്റ്റ് 110% റിട്ടേൺ ആണ് ഒരൊറ്റ വർഷം കൊണ്ട് കൊടുത്തിട്ടുള്ളത്. ഭയങ്കരമായിട്ടുള്ള ഗ്രോത്ത് ആണ്. ഈ ഒരു ഫണ്ടിൽ കഴിഞ്ഞ 6 മാസങ്ങൾക്ക് മുമ്പ് എൻട്രി ചെയ്ത വ്യക്തി കിട്ടിയ പ്രോഫിറ്റ് എത്രയാണെന്ന് അറിയാമോ? നോക്കി, 47% പ്രോഫിറ്റ്. 1 കോടി ഇട്ടെങ്കിൽ 47 ലക്ഷം കൊണ്ട് പോകായിരുന്നു. ഈ ഒരു ഫണ്ടിൽ 3 മാസങ്ങൾക്ക് മുമ്പ് ഇട്ടവന്റെ ലാഭം എത്രയാണെന്ന് അറിയാമോ? 26.89%. അപ്പൊ ഇത്രയൊക്കെ രീതിയിൽ ഹ്യൂജ് ആയിട്ടുള്ള റിട്ടേൺ കൊടുത്തിട്ട് മുന്നേറുന്ന ഒരു ഫണ്ടാണ്. സ്റ്റാർട്ടിങ്ങിലുള്ള ഫണ്ടുകളെല്ലാം അങ്ങനെ തന്നെയാണ്. നല്ല റിട്ടേൺ കൊടുക്കും. ഡയറക്റ്റ് ആ സമയത്ത് അപ്പൊ എക്സിറ്റ് ചെയ്യും. കുറെ ഫണ്ടുകൾ ചെയ്യും. ലോങ് ടേം ആണ് മ്യൂച്വൽ ഫണ്ട് ബെസ്റ്റ്. എന്നാൽ ഷോർട്ട് ടേമിൽ മ്യൂച്വൽ ഫണ്ട് ബെസ്റ്റ് ആണോ? ബെസ്റ്റ് ആണ്. അങ്ങനെയുള്ള കുറച്ച് ഫണ്ടുകളും ഉണ്ട്. ഷോർട്ട് ടേമിൽ ഒരു 2, 3, 4 വർഷത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന മ്യൂച്വൽ ഫണ്ടുകൾ, ദെൻ 5 വർഷം ചെയ്യാൻ പറ്റുന്നത്, 10 വർഷം. മ്യൂച്വൽ ഫണ്ടിന്റെ പ്രത്യേകത വെച്ചാൽ മാർക്കറ്റ് ഇടിഞ്ഞാലും മാർക്കറ്റ് മുകളിലേക്ക് പോയാലും ഏത് സമയം മ്യൂച്വൽ ഫണ്ടിന് വലിയ പ്രശ്നങ്ങൾ വരില്ല. സ്റ്റോക്ക് മാർക്കറ്റിലെ ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് പണിയാണ്. മാർക്കറ്റ് ഇടിഞ്ഞാൽ എല്ലാം അങ്ങോട്ട് ഇടിഞ്ഞു വരും. ആ സമയത്ത് നമ്മൾ കൂടുതൽ പർച്ചേസ് നമ്മൾ ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് പണി കിട്ടും. കാരണം എത്രയോ സമയം എടുക്കും പിന്നെ അതേ ഒരു ലെവലിൽ എത്താൻ. മ്യൂച്വൽ ഫണ്ടിൽ എന്താ നടക്കുന്നത്? SIP ആയിട്ടാണ് ചെയ്യുന്നത്. നമ്മൾ ഹൈ ലെവലിൽ എത്തുമ്പോൾ നമ്മൾ പർച്ചേസ് ചെയ്യുന്നു, ലോ ലെവലിൽ എത്തുമ്പോൾ പർച്ചേസ് ചെയ്യുന്നു. എല്ലാ മാസം പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം കംപ്ലീറ്റ് വരുമ്പോൾ ആവറേജ് ഒരു ലെവൽ ഉണ്ടാവും. ആ ലെവലിന്റെ മുകളിലേക്ക് തന്നെ നമുക്ക് നല്ല പ്രോഫിറ്റ് നമുക്ക് എത്തും, അത് കവർ ചെയ്യുന്ന സമയത്ത്. അപ്പോൾ അങ്ങനെയാണ് ഇതിന്റെ ഈ മ്യൂച്വൽ ഫണ്ട് ഏറ്റവും കൂടുതൽ റിട്ടേൺ കൊടുക്കുന്നത്. മാർക്കറ്റ് ഇടിഞ്ഞാലും മാർക്കറ്റ് മുകളിലേക്ക് പോയാലൊക്കെ നല്ല ഹ്യൂജ് ആയിട്ടുള്ള റിട്ടേൺ ജനങ്ങൾക്ക് കിട്ടാൻ കാരണം, നല്ല പെർസെൻറ്റേജ് കിട്ടാൻ കാരണം ഇത് തന്നെയാണ്. പിന്നെ പവർ ഓഫ് കോമ്പൗണ്ടിങ്. എപ്പോഴും പ്രോഫിറ്റ് കിട്ടി, ആ പ്രോഫിറ്റ് ഇൻവെസ്റ്റ് ചെയ്യുന്നു, അത് ഇൻവെസ്റ്റ് ചെയ്യുന്നു, പ്രോഫിറ്റ് അങ്ങനെ വന്ന് വലിയൊരു പൈസ ആയിട്ട് മാറുന്നു. 100 രൂപ ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത പോലും കോടികളായിട്ട് മാറുന്നത് അങ്ങനെയാണ്. ഇതിനകത്ത് വേറൊരു കാര്യം ഞാൻ മനസ്സിലാക്കിയത്, മ്യൂച്വൽ ഫണ്ടിൽ നമ്മൾ സ്ഥിരമായിട്ട് നമ്മൾക്ക് കളയാൻ പറ്റുന്ന രീതിയിൽ ഒരു തുക ഇൻവെസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. ഒരു വലിയ തുക നമ്മൾ മാറ്റിയിട്ട് വെച്ചാൽ, നമ്മുടെ ഒരു അത്യാവശ്യത്തിന് വെച്ച പൈസയാണെങ്കിൽ നമുക്ക് പൈസ പിന്നീട് നമുക്ക് എടുക്കാൻ നമുക്ക് തോന്നും. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു തുക നമ്മൾ ഒരിക്കലും ചെയ്യരുത്. നമുക്ക് കളയാൻ വേണ്ടി വെച്ച പൈസ. മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് കുറച്ചുകൂടി ബെസ്റ്റ്. എൻ്റെ ഒരു പേഴ്സണലി ഉള്ള എൻ്റെ ഒരു ഒപ്പീനിയൻ. ലോക്കിൻ ആ ഫണ്ട് എടുക്കാൻ പറ്റില്ല. എടുത്തു കഴിഞ്ഞാൽ കുറേ പൈസ അവർ കട്ടി. അന്ന ലെവലിലുള്ള മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്ത് ഒരിക്കലും നമ്മൾ എടുക്കില്ല. 3 വർഷത്തേക്കൊക്കെ ലോക്കിനുള്ള ELSS ടാക്സ് സേവിംഗ് ഫണ്ടുകളൊക്കെ ഉണ്ട്, നല്ല പ്രോഫിറ്റ് കൊടുക്കുന്ന അത്തരത്തിലുള്ള ഫണ്ടുകളിലൊക്കെ നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാം. അത് നല്ലൊരു ഓപ്ഷനാണ്. സോ മ്യൂച്വൽ ഫണ്ടൊന്നും വലിയ നഷ്ടങ്ങളൊന്നും ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. പല ആൾക്കാരും മ്യൂച്വൽ ഫണ്ടിൽ ഒരു വിവരം ഇല്ലാത്ത കുറേ ആൾക്കാർ മ്യൂച്വൽ ഫണ്ടൊക്കെ കംപ്ലീറ്റ് കണ്ടില്ലേ, മാർക്കറ്റ് അടിച്ച് നഷ്ടത്തിലാണ്. എല്ലാ പൈസ നഷ്ടം ഉണ്ടായി. ഏത് മ്യൂച്വൽ ഫണ്ടാണ് നഷ്ടം ഉണ്ടാക്കിയത്? ഒരു മ്യൂച്വൽ ഫണ്ടും ഈ പറഞ്ഞ എല്ലാവരുടെ കയ്യിലെ പൈസയും കൊണ്ട് പോയിട്ടൊന്നുമില്ല. മ്യൂച്വൽ ഫണ്ട് എല്ലാം റിട്ടേൺ കൊടുക്കുന്നതിൽ കുറഞ്ഞിട്ടുണ്ടാവും. 10%, 15% ഒക്കെ കൊടുത്തിട്ടുണ്ടാവും. ആ
അല്ലെങ്കിൽ ഒരു 10%, 7% കൊടുത്തിട്ടുണ്ടാവും. പക്ഷേ പൈസ ഒരിക്കലും നഷ്ടം മ്യൂച്വൽ ഫണ്ടുകൾ അങ്ങനെ ഉണ്ടാക്കിയിട്ടില്ല. ഒരു 99.9% നമ്മൾ എടുക്കുന്ന മ്യൂച്വൽ ഫണ്ടുകളെല്ലാം വളരെ പ്രോഫിറ്റബിൾ ആണ്. നമ്മൾ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുമ്പോൾ ഒരു ഫണ്ടിൽ മാത്രമല്ലാതെ ഒരു മൾട്ടിപ്പിൾ, ഒരു 4 ടൈപ്പ് ഫണ്ടുകൾ, ഫ്ലെക്സി ക്യാപ്പും മൾട്ടി ക്യാപ്പും ELSS ടാക്സ് സേവിംഗ് ഫണ്ടുകൾ, സ്മോൾ ക്യാപ്പ് ആണെങ്കിൽ റിസ്ക് എടുക്കാൻ പറ്റുന്ന സ്മോൾ ക്യാപ്പും ഒക്കെ കൂടിയിട്ട് നമ്മളൊരു മിക്സഡ് ഇക്കോണമി പോലെ മിക്സഡ് ആയിട്ട് എല്ലാം കൂടിയിട്ട് ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് വെച്ചാൽ അടിപൊളിയായിട്ടുള്ള കാര്യമാണ്. എല്ലാവരും ഇൻവെസ്റ്റ് ചെയ്യുക. ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്. കൂടുതലായിട്ടുള്ള മ്യൂച്വൽ ഫണ്ട് വീഡിയോകൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക് യു സോ മച്ച്.